ഹായ് ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈലം PSCയിലേക്ക് സ്വാഗതം. 10th ലെവൽ പ്രിലിം എക്സാം എഴുതാനായി തയ്യാറെടുത്തിരിക്കുന്ന ഫ്രണ്ട്സിന് സഹായകമാകുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള അല്ലെ, എസ്പെഷ്യലി 2024 ചോദിച്ചിട്ടുള്ള 10th ലെവൽ പ്രിലിം എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 15 ചോദ്യം ഒരു 15 മിനിറ്റ് കൊണ്ട് കവർ ചെയ്താലോ? എല്ലാവരും റെഡിയാന്ന് വിചാരിക്കണം. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ചോദ്യം നോക്കിയിടൂ. ക്വസ്റ്റ്യൻ നമ്പർ 1, ദന്തക്ഷയത്തിന് ഒരു കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏതാണ്? ദന്തക്ഷയത്തിന് ഒരു കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ് ഏത് എന്നാണ് ചോദ്യം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. പറഞ്ഞ ഇതിൽ ഏത് ആസിഡാണ് ദന്തക്ഷയത്തിന് ടൂത്ത് ഡീക്കേക്ക് കാരണമായി പ്രവർത്തിക്കുന്ന ആസിഡ്? ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. ലാക്റ്റിക് ആസിഡ് ഓർത്തിരിക്കുക. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ലാക്റ്റിക് ആസിഡ്. ഇതേ ലാക്റ്റിക് ആസിഡ് ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്തൊക്കെ, അതായത് കുറച്ച് സമയമൊക്കെ ഗ്യാപ്പ് കഴിഞ്ഞ് പിന്നെ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ജോയിൻസിലൊക്കെ ഭയങ്കര പെയിൻ വരും ഇല്ലേ? ഇപ്പോൾ വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങുന്ന ദിവസങ്ങളിലൊക്കെ ആദ്യത്തെ 2-3 ദിവസമൊക്കെ പെയിൻ ഉണ്ടായിരിക്കും. ഈ പെയിനിന് കാരണം ഏത് തന്നെയാണ്? പേശികളിൽ ലാക്റ്റിക് ആസിഡ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 പോയിന്റ് പുതിയതായിട്ട് പഠിച്ചല്ലോ. അല്ലാതെ നമുക്ക് എന്തൊക്കെ അറിയാം? ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്നത് പാല്, തൈര്, മോര് എന്നിവയിൽ അടങ്ങിയ ആസിഡാണ് ലാക്റ്റിക് ആസിഡ് അല്ലേ? ലാക്ടോബാസിലസ് ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ആസിഡ് ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ ദന്തക്ഷയത്തിലേക്ക് എവിടെ നിന്നാണ് ഈ ലാക്റ്റിക് ആസിഡ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും നമ്മൾ മധുരമുള്ള വസ്തുക്കളൊക്കെ കഴിച്ചിട്ട് പല്ല് തേക്കാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ രാത്രിയിലാവല്ലേ കേൾക്കണ്ടേ. അപ്പോൾ പല്ല് തേക്കാതെ കിടന്നുറങ്ങുന്ന സമയത്ത് ഈ ഷുഗർ ആസിഡുമായി പ്രവർത്തിച്ചിട്ട് ലാക്റ്റിക് ആസിഡായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദ്യം. നോക്കേ, ഹൈഡ്രജൻ നിറമില്ലാത്ത വാതകമാണ്. ഹൈഡ്രജൻ പെട്ടെന്ന് തീപിടിക്കുന്നതും പൊട്ടിത്തെറിക്കുന്നതുമായ വാതകമാണ്. ഹൈഡ്രജൻ റോക്കറ്റിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ഹൈഡ്രജൻ രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, ഇതിലേതായിരിക്കും തെറ്റായ പ്രസ്താവന? ഞാൻ നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള അത്രയും സമയം നിൽക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ കാണുമ്പം ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഉത്തരം പറയുക, എന്നിട്ട് ശരിയാണോ നോക്കുക കേട്ടോ. എടാ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നിറമില്ലാത്ത വാതകമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. സ്വയം കത്തുന്ന വാതകം അല്ലേ? ഹൈഡ്രജൻ വാതകം കണ്ടെത്തിയ ഹെൻറി കാവൻഡിഷ് തന്നെയാണ് എന്ത് പറഞ്ഞത്? കത്തുന്ന വാതകം എന്ന് ഹൈഡ്രജനെ വിശേഷിപ്പിച്ചത്. ദെൻ പോപ്പ് ശബ്ദത്തോടു കൂടി കത്തുന്ന വാതകമാണ്. ഓക്കെ. ഹൈഡ്രജൻ റോക്കറ്റുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഇതിനെ ഭാവിയുടെ ഇന്ധനമെന്നും അല്ലെ, റോക്കറ്റുകളിലെ ഇന്ധനമെന്നും കലോറിക മൂല്യം ഏറ്റവും കൂടിയ ഇന്ധനമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പ്രസ്താവനകളെല്ലാം ശരിയാണ്. നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് ഒന്നുകൂടി നോട്ട് ചെയ്യുക. തെറ്റായ പ്രസ്താവനയാണല്ലോ ചോദിച്ചത്. അപ്പോൾ തെറ്റായ പ്രസ്താവന ഇതിൽ ഏതാ? രൂക്ഷഗന്ധമുള്ള വാതകമാണ്. ഹൈഡ്രജൻ അങ്ങനെ മണം ഒന്നും ഇല്ലടും. അപ്പോൾ ഇവിടെ നമ്മളോട് തെറ്റായ പ്രസ്താവന ചോദിച്ചത് കൊണ്ട് തന്നെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 3, മൂന്നാമത്തെ ചോദ്യം. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. വലിയ ക്വസ്റ്റ്യൻ. സംഭവം എന്താ? മിക്സി പ്രവർത്തിക്കുമ്പോൾ ഏത് ഊർജ്ജമായി മാറുന്നു അതങ്ങ് പറഞ്ഞാൽ മതി അല്ലേ? നോക്കിയാലോ, ഓപ്ഷൻസ് നോക്കിയാലോ. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു. വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജവും ശബ്ദോർജ്ജവുമായി മാറുന്നു. വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജവുമായി മാറുന്നു. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? പക്ഷെ നമ്മൾ ഒരു നിമിഷത്തെ അശ്രദ്ധ, ആദ്യത്തെ ഓപ്ഷൻ വായിച്ചു കഴിഞ്ഞാൽ കുത്തി മുന്നോട്ടേക്ക് പോയെന്ന് മനസ്സിലാവില്ല എന്നാണ് നെഗറ്റീവാണ് വാങ്ങിയത് എന്ന്. ഫുൾ ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കണേ. അതായത് മിക്സി പ്രവർത്തിക്കുമ്പോൾ വൈദ്യുതോർജ്ജമാണ് സ്വിച്ച് ഓൺ ആക്കുമ്പോൾ വരുന്നത്, പക്ഷെ അതിനെ നമുക്ക് യാന്ത്രികോർജ്ജമായിട്ടും ശബ്ദോർജ്ജമായിട്ടും കിട്ടുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. നാലാമത്തെ ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കിയടോ. മെന്റലീവിയം, ടൈറ്റാനിയം, റൂഥർഫോർഡിയം, ക്യൂറിയം. ഒന്ന് പോസ് ചെയ്തിട്ട് ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൂട്ടത്തിൽ പെടാത്തതേത്?
മെൻഡലീവിയം, ടൈറ്റാനിയം, റൂഥർഫോർഡിയം, ക്യൂറിയം. ഇത് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. മെൻഡലീവിയം എന്ന് പറയുന്നത് മെൻഡലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സയന്റിസ്റ്റിന്റെ പേര് കൊടുത്ത മൂലകമാണ് അറ്റോമിക നമ്പർ 101 മൂലകം. അടുത്തത് റൂഥർഫോർഡ്, ഏണസ്റ്റ് റൂഥർഫോർഡ് പ്രോട്ടോൺ കണ്ടെത്തി, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടെത്തിയ, ആറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയ, ആറ്റത്തിലെ പ്രോട്ടോണിന്റെ സാന്നിധ്യം പ്രവചിച്ച, ആൽഫ കണിക പരീക്ഷണം അല്ലെങ്കിൽ സ്വർണ്ണത്തകിട് പരീക്ഷണം നടത്തിയ റൂഥർഫോർഡിന്റെ പേരിട്ട് കൊടുത്ത മൂലകമാണ് റൂഥർഫോർഡിയം. ക്യൂറിയം, മേരി ക്യൂറി അല്ലേ, ശാസ്ത്രലോകത്തിലെ രക്തസാക്ഷി അല്ലെ, അല്ലെങ്കിൽ ആദ്യമായി നോബൽ നേടിയ വനിത, ആദ്യമായി 2 വ്യത്യസ്ത വിഷയങ്ങളിൽ നോബൽ നേടിയ വ്യക്തി വനിത, ആദ്യമായി കെമിസ്ട്രിക്ക് നോബൽ നേടുന്ന വനിത, ആദ്യമായി ഫിസിക്സിന് നോബൽ നേടുന്ന വനിത. രസതന്ത്രത്തിനും ശേഷം ഭൗതികശാസ്ത്രം രണ്ടിനും കൂടി നോബൽ നേടുന്ന ആദ്യത്തെ വ്യക്തി മേരി ക്യൂറിയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. റേഡിയം വേർതിരിച്ച വ്യക്തി, പൊളോണിയം വേർതിരിച്ച വ്യക്തിയൊക്കെ മേരി ക്യൂറിയാണ്. അവരുടെ പേര് കൊടുത്ത മൂലകമാണ് ക്യൂറിയം. അപ്പൊ ഇവിടെ ടൈറ്റാനിയമാണ് കൂട്ടത്തിൽ പെടാത്തത്. മറ്റു 3 പേർക്കും പേര് വന്നത് സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നാണ്. എന്നാൽ ടൈറ്റാനിയത്തിന് പേര് വന്നത് അങ്ങനെ സയന്റിസ്റ്റിന്റെ പേരിൽ നിന്നല്ല. അപ്പൊ പിന്നെ ടൈറ്റാനിയത്തിന് എവിടുന്നാവും പേര് വന്നത്? ടൈറ്റൻ എന്ന് പറയുന്ന ഉപഗ്രഹമാണ്. ഉപഗ്രഹം, ഭൂമിയുടെ അപരൻ എന്നറിയപ്പെടുന്ന ഉപഗ്രഹം അറിയാലോ, അവിടെ നിന്ന് പേര് വന്നതാണ്. 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. എടോ, ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. മാലിക് ആസിഡ് ആണ്. 10th ലെവൽ പ്രിലിം എക്സാമിന് ആസിഡ് ഇല്ലല്ലോ, ആസിഡും ബേസും പഠിക്കാനില്ലല്ലോ എന്ന് സിലബസ് നോക്കുമ്പോൾ കാണും. പക്ഷേ നിത്യജീവിതത്തിലെ രസതന്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്കുണ്ട്. 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ആസിഡുകൾ എന്ന് പറയുന്ന പാഠം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുക. നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ സാധാരണയായിട്ട് കാണുന്ന ആസിഡുകളൊക്കെ ഓർത്തിരിക്കുക. ലാക്റ്റിക് ആസിഡ്, മാലിക് ആസിഡ്, സിട്രിക് ആസിഡ്, അസറ്റിക് ആസിഡ്. ഈ ഉത്തരങ്ങളിൽ ഇവിടെ ഉത്തരം വരുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. മാലിക് ആസിഡ് ആണ്. ആപ്പിളിൽ അടങ്ങിയ ആസിഡ് മാലിക് ആസിഡ് ആണ്. ക്ലിയർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 6ാമത്തെ ചോദ്യം. എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡീകോശങ്ങളുടെയും പ്രവർത്തനത്തിനും ആവശ്യമായ മൂലകങ്ങൾ ഏതെല്ലാം? ആരൊക്കെയാ തന്നിട്ടുള്ളത് നോക്കിയടാ. കാൽഷ്യം, സോഡിയം, ഫോസ്ഫറസ്, അയോഡിൻ. എല്ല്, പല്ല് എന്നിവയുടെ നിർമ്മാണം, പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനം, ഇതിന് രണ്ടിനും ആവശ്യമായ മൂലകങ്ങൾ ഇതിലേതൊക്കെയാണ്? ഏതുത്തരം കൊടുക്കും? വാ നോക്കാം. എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം കാൽഷ്യം, നമുക്കറിയാവുന്ന സാധനമാണ്. ദെൻ അടുത്തത്, നാഡീകോശങ്ങളുടെ പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകം സോഡിയം, നമുക്കറിയാവുന്നതാണ്. എടാ, ഇവിടെ രണ്ടെണ്ണം ഉള്ള ജോഡിയേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ല്, പല്ല് എന്ന് പറയുമ്പോൾ ഫോസ്ഫേറ്റ് എന്ന രീതിയിൽ നമുക്ക് ഫോസ്ഫറസും പറയാവുന്നതാണ്. പക്ഷെ ഇവിടെ 2 ഉള്ളൂ ഇല്ലേ. അപ്പം നമുക്ക് ഏതുത്തരം കൊടുക്കാം? 1 ശരി, 2 ശരി. ഇവിടെ 1 ശരി, പിന്നെ 3 ശരിയാണ് അതിൻ്റെ കൂടെ തന്നിട്ടുള്ളത് അല്ലേ. 2 ശരി, 1. അപ്പം എല്ല്, പല്ല് എന്നിവയ്ക്ക് നമുക്ക് എന്തും കൂടി പറയാം? ഫോസ്ഫറസ് കൂടി പറയാം. അതേപോലെ തന്നെ എ ടി പി തന്മാത്രകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫറിനൊക്കെ നമുക്ക് ഏത് ഉപയോഗിക്കുന്നുണ്ട്? ഫോസ്ഫറസ് നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പം നമുക്കിവിടെ ഇപ്പോൾ 1, 2, 3 3 നമുക്ക് ശരി ഉത്തരമാണ്. നാഡീകോശങ്ങളുടെ, നെർവ് സെല്ലുകളുടെയൊക്കെ ആവശ്യത്തിന് നമുക്ക് സോഡിയവും ഉത്തരമായിട്ട് വരുന്നതാണ് കേട്ടോ. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് 1, 3 ശരിയാണെന്ന് നമുക്ക് കൊടുക്കാം. സോഡിയം കൂടി ശരിയാണെന്ന് ആലോചിക്കണേ. കാൽഷ്യം, ഫോസ്ഫറസും എല്ലിലെയും പല്ലിലെയും ഘടകങ്ങളാണ്. സോഡിയം നാഡീകോശങ്ങളുടെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകവും കൂടിയാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, 7ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്.
ചില ലോഹങ്ങളും അവയുടെ അയിരുകളും തന്നിരിക്കുന്നു. ശരിയല്ലാത്ത ജോഡി കണ്ടെത്തുക. അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, കറക്റ്റ്, പാസ്. സിങ്കിന്റെ അയിരാണോടോ ഗലീന? അല്ല, സിങ്കിന്റെ അയിര് ഗലീന അല്ല. അപ്പൊ അത് തെറ്റ്. ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പെറൈറ്റീസ്, ഇതെല്ലാം ഇരുമ്പിന്റെ അയിരുകളാണ്. അടുത്തത് കോപ്പർ കുപ്രൈറ്റ്, ഒക്കെ ശരിയാണ്. ശരിയല്ലാത്ത ജോഡി കണ്ടെത്താൻ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാം. ഏതാണ്? ഗലീന. സിങ്കിന്റെ അയിരുകൾ ഏതൊക്കെയാ? സിങ്കിന്റെ അയിരുകൾ സിങ്ക് ബ്ലെൻഡ്, സ്പാലറൈറ്റ്, കലാമിൻ. ഗലീന എന്ന് പറയുന്നത് ലെഡിന്റെ അയിരാണ്. എട്ടാമത്തെ ചോദ്യം പറയാലോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 2, 8, 1 ആയാൽ ആ മൂലകത്തിലെ ആകെ ഷെല്ലുകളുടെ എണ്ണം എത്ര? 2, 8, 3. ദേ ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടാവുന്നതാണ്. ന്യൂക്ലിയസ്, ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണിലെ 8 ഇലക്ട്രോൺ കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരു ഷെല്ലുണ്ട്, ആ ഷെല്ലിലാണ് 1 ഇലക്ട്രോൺ. അപ്പം എത്ര ഷെല്ലുണ്ടോ? ഓപ്ഷൻ എ 3. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. 9ാമത്തെ ചോദ്യം. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അതെ, വീണ്ടും ഹൈഡ്രജൻ എന്നും ഓക്സിജൻ എന്നും നമ്മുടെ സിലബസിൽ വേറെ തന്നെ ഉണ്ട് ഇല്ലേ? അപ്പം അത് പഠിക്കുക തന്നെ. നോക്കിയടാ, ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാന്ന്? ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ് ആണ്. അടുത്തത്, ഹൈഡ്രജൻ ഒരു ലോഹമാണ്. ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. ഉത്തരം കണ്ടുപിടിച്ചോ? ഏതുത്തരം കൊടുക്കാം? വാ നോക്കാം. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ഹെൻറി കാവൻഡിഷ്. ആർക്കും എതിരഭിപ്രായം ഇല്ല അല്ലേ? ഹൈഡ്രജൻ ഒരു ലോഹമാണോ? ലോഹമോ അലോഹമോ അല്ലാത്ത വാതകമാണ് ഹൈഡ്രജൻ, അല്ലാത്ത മൂലകം. ഓക്കെ, ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയം. നമ്മളെ അറിവിൽ ഹൈഡ്രജന് 3 ഐസോട്ടോപ്പേ ഉള്ളൂ ഇല്ലേ? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം. ഇത് 3 അല്ലാത്ത സാധനമാണ് റേഡിയം. ഇത് വേറൊരു മൂലകം അല്ലേ? അടുത്തത്, സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. നോക്കിയടാ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവയാണല്ലോ അവർ ചോദിച്ചത്. അപ്പൊ കുത്തേണ്ടത് ഏതൊക്കെയാ? 1ഉം 4ഉം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ അല്ലേ? അടുത്തത് 10ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന നൽകിയിരിക്കുന്ന ജോഡികളിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയ ജോഡിയെ കണ്ടെത്തുക. പിന്നെ നേരത്തെ ചോദിച്ച അതേ ടൈപ്പിൽ ഒരു ക്വസ്റ്റ്യനിലെ അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. വെരി ഗുഡ്. ഇരുമ്പിന്റെ അയിര് ക്രയോലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കോ? സിങ്കിന്റെ അയിര് കലാമിൻ. ഓക്കെ. കോപ്പറിന്റെ അയിര് കുപ്രൈറ്റ്. ഓക്കെ. അപ്പൊ ഇവിടെ ഇരുമ്പിന്റെ അയിര് നമ്മൾ 5 എണ്ണം പഠിച്ചിട്ടുണ്ടല്ലേ ഓൾറെഡി. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പെറൈറ്റ്, സിഡറൈറ്റ്, ലിമോണൈറ്റ്. ഇതൊന്നും അല്ലാതെ ക്രയോലൈറ്റ് തന്നിട്ടുണ്ടല്ലേ, അത് അലൂമിനിയത്തിന്റെ ധാതുവാണ്. അപ്പൊ തെറ്റായ ജോഡി എന്ന് പറയുന്നത് 2 ആണ്. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കട്ടെ. 11ാമത്തെ ചോദ്യം പിടിച്ചോ. വിവിധ ഇനം മണ്ണിനങ്ങളുടെ pH തന്നിരിക്കുന്നു. ഇവയിൽ ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം എന്ന് പറയുന്നത് ബേസിക് ആയ സാധനമാണ്. അതായത് pH 7 കൂടിയത് അല്ലേ? pH സ്കെയിലിൻ്റെ വാല്യൂ 0 മുതൽ 14 വരെയാണ് pH സ്കെയിലിലുള്ള വാല്യൂ. pH സ്കെയിലിൽ 7 കൂടിയാൽ ബേസ് ആണെന്ന് നമുക്കറിയാം. 7 കുറഞ്ഞാൽ ആസിഡ് ആണ് എന്നും നമുക്കറിയാം. pH 10.5 ആണ് കുമ്മായത്തിൻ്റേത്. നമ്മൾ പഠിച്ചിട്ടുള്ള സാധനമാണ്. അപ്പോൾ കുമ്മായം ചേർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ഇപ്പോൾ എന്തായിരിക്കും? 7 താഴെയുള്ള ഏതോ സാധനമാവില്ലേ? അപ്പോഴല്ലേ നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കേണ്ടി വരിക. അപ്പോൾ ഇവിടെ 7 താഴെ ആരേ ഉള്ളൂ? ഓപ്ഷൻ സി 5, അസിഡിക്കായ സാധനം. ഓക്കെ ആണ്. 12ാമത്തെ ചോദ്യം പിടിച്ചോടോ. ഒരു വൈദ്യുത ജനറേറ്റർ
12ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പരിവർത്തനം ഏത്? ജനറേറ്റർ. കൺഫ്യൂഷനുള്ള ആളുകളൊക്കെ നമ്മളിലേക്ക് കല്യാണത്തിലോ പരിപാടിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ കറണ്ട് അങ്ങോട്ട് പോയാൽ ജനറേറ്റർ ഓണാക്ക് എന്ന് പറയും. ജനറേറ്റർ ഓണാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറണ്ട് കിട്ടും. എന്ത് എനർജിയാണ് കറണ്ടായി മാറിയത്? യാന്ത്രികോർജ്ജം അല്ലേ? അത് മോട്ടർ കിടന്ന് കറങ്ങല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടും? യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഇനി യാന്ത്രികോർജ്ജം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഒഴിച്ചു കൊടുക്കണം? ഡീസൽ ഒഴിച്ചു കൊടുക്കണം. അത് രാസോർജ്ജമാണ്. അപ്പം ഒന്നും കൂടി മനസ്സിലാലോചിക്കട്ടെ, ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. രാസോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി ആ യാന്ത്രികോർജ്ജത്തിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കലാണ് ആര് ചെയ്യുന്ന പണി? ജനറേറ്റർ ചെയ്യുന്ന പണി. 13ാമത്തെ ചോദ്യം ഇതാ. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും തന്നിരിക്കുന്നു. ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണോ? ആണല്ലോ. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഹെൻറി മോസ്ലി ആണോ? ആരാ? പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്. കറക്റ്റ്. പ്രോട്ടോൺ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ്. കണ്ടോ? അപ്പോൾ ഇവിടെ ശരിയായ ജോഡികൾ കണ്ടെത്തുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായത് പാരക്കാടോ? 1, 3, 4. ഓപ്ഷൻ സി ആണോ? എല്ലാം എനിക്ക് കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടുണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യട്ടാ, എനിക്കല്ല നിങ്ങൾക്ക്. 14ാമത്തെ ചോദ്യം നോക്കിയിട്ടോ. താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏതാണ്? പിച്ചള ഇപ്പം എന്താണാവോ സാധനം? പിച്ചള എന്ന് പറഞ്ഞാൽ ബ്രാസ് ആണ്. ബ്രാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിൻ്റെ സാധനമാണ്, ലോഹസങ്കരമാണ് ഈ ബ്രാസും ബ്രോൺസും. അപ്പോൾ കോപ്പർ പേരിൽ എസ് ആയതുകൊണ്ട് പിന്നെ വരുന്നത് സിങ്ക് ആയിരിക്കും. കോപ്പറും സിങ്കും. അപ്പം പിച്ചള അല്ലാതെ പിന്നെ നമ്മൾ പറയുന്ന സാധനമാണ് ഓട്, അല്ലെങ്കിൽ ബ്രോൺസ്, അല്ലെങ്കിൽ വെങ്കലം. അതിലാരൊക്കെ ഉണ്ട്? കോപ്പറും ഉണ്ട്, ടിന്നും ഉണ്ട്. ഓർത്തിരിക്കുക, ഇങ്ങനെ ഒരു കോഡ് പറയാറുണ്ട്. ബ്രോ വെങ്കലം എടുത്ത് ഓടിക്കോ, ടിന്നും കോപ്പറും. ഓക്കെ, ബ്രോ വെങ്കലം എടുത്ത് ഓടിക്കോ, അപ്പോൾ വെങ്കലവും ഓടുവാണെന്നും കിട്ടും. പിന്നെയോ ഡീക്കോ, ടിന്ന് കോപ്പർ, അങ്ങനെയും മനസ്സിലാക്കാം. 15ാമത്തെ ചോദ്യം അതാണ്. 15ാമത്തെ ചോദ്യം. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ചത് ആരാണ്? അതായത് മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. മെൻഡലിയഫ്, ഹെൻറി മോസ്ലി, ന്യൂലാൻസ്, ലാവോഷിയെ. മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട പേരുകളൊക്കെ തന്നെ ആണല്ലോ തന്നത് ഇല്ലേ? മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് ലാവോഷിയാണ്. എങ്ങനെ വർഗീകരിച്ചു? ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും വർഗീകരിച്ചു. മെൻഡലിയഫാണ് ആവർത്തന പട്ടികയുടെ പിതാവ്. ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ദെൻ ന്യൂലാൻസ് ആണ് അഷ്ടമ നിയമം എന്ന വർഗീകരണം കൊണ്ടുവന്നത്. സോ ജനറലി അല്ലേ 2024 ചോദിച്ചിട്ടുള്ള 10th പ്രിലിം എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. ഒരു 15 ചോദ്യം തന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും കൂടി ടപ്പേന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നന്നായി പഠിക്കുക അല്ലേ. ഓരോ തവണയും പഠനത്തിൻ്റെ ഗ്രാഫ് കൂട്ടി വരിക. എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.